അപ്പൊ നമ്മളിവിടെ ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് പഠിക്കുക. ഒന്ന്, നമ്മൾ നിങ്ങളെ പഠിപ്പിക്കലാണ്. രണ്ട്, നിങ്ങൾ പഠിച്ചെടുക്കലാണ്. അപ്പൊ ഇവിടെ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ ഞാൻ ഒരു 6 മാസം മുതൽ 3 വർഷം പഠിപ്പിക്കേണ്ട കാര്യമാണ് ഒരാഴ്ച കൊണ്ട് പറഞ്ഞു തരേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. എന്താ വേണ്ടേ? പഠിച്ചെടുക്കുക, പിടിച്ചെടുക്കുക എന്ന് പറയില്ലേ? അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് മൈൻഡിൽ കയറില്ല. ഇതിൽ താല്പര്യമുള്ളവർക്ക് 21 ദിവസം വരെ ഞങ്ങൾ അലൗഡ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം 3 ആഴ്ച അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ, അതിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിൽ ഫിക്സ് ആവും. ഇപ്പൊ നിങ്ങൾ ഈ ബുക്കിൽ എഴുതിയെടുക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ആ എഴുതിയെടുത്തു എന്നല്ലാതെ അത് ഫുള്ളായിട്ട് തലയിൽ കയറിക്കൊള്ളുന്നില്ല. പക്ഷെ എഴുതുകയാണെങ്കിൽ നിങ്ങൾ കുറേം കൂടി ഇന്റലിജന്റ് ആവും. നമ്പർ 2, നമ്മളിവിടെ പറയുന്ന പല കാര്യങ്ങളും കാഷ്വൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് എഴുതി വെക്കണം. നിങ്ങൾക്ക് എന്ത് കിട്ടി അത് നിങ്ങൾക്ക് ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് എഴുതാം, ഇല്ല ഒരുമിച്ച് എഴുതാം. എന്നോട് നിങ്ങൾക്ക് ചോദിക്കാൻ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് നമ്മളൊന്ന് രണ്ടാമതൊരു ഇരുന്നിട്ട് നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കണം. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കേണ്ടതും ഡിമാൻഡ് ചെയ്യേണ്ടതും ബുക്കിൽ നിന്നായിരിക്കണം ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വന്നു, ക്ലിയർ ആയത് എഴുതി വെക്കുക. ഇന്നൊരു സംശയം ഉണ്ടല്ലോ, ഇതെന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി വെക്കണം. എഴുതാൻ അറിയാത്തവര് മറ്റെന്തെങ്കിലും അതിന് ഒരു ചിത്രരേഖ പോലെ എന്തെങ്കിലും അത് അടയാളപ്പെടുത്തി വെക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ച് അത് വെക്കണം. മിനിമത്തിൽ ഇത് ചോദിക്കാനുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന ഒരു ചട്ടകം പിടിക്കുന്നത് ഇങ്ങനെയാണ് പിടിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷ്മമായിട്ട് നോക്കണം. ഈ ചട്ടകം പിടിച്ച് ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും. കിട്ടിയ അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യണത്? ശരിക്ക് പഠിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് താങ്ങൂല, ഒന്നുമില്ല. പിന്നെ ഇവിടെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 4 മുതൽ 6 പേര് ചെയ്യുന്ന പണി സത്യത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. എത്ര പേർക്ക്? ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മിക്കവാറും എല്ലാ കിച്ചണുകളിലും പറ്റുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ടൈം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ആ ടൈമിന് ഇതൊക്കെ ആയെങ്കിലാണ്. ഇപ്പൊ രാവിലെ മസാല ദോശയ്ക്കുള്ള മസാല ഒരു 7 മണി 7:30 അത് 10 മണിക്കായിട്ട് വല്ല കാര്യം ഉണ്ടാ? ബിരിയാണി ഒരു 11 മണിയാണ് ബിരിയാണി ശരിക്കും ദം പൊട്ടിക്കേണ്ട സമയം. അപ്പൊ ആ സമയങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യം പറഞ്ഞു തരും. ഇന്ന സമയത്ത് ദമ്മിടണം, അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളുണ്ട്. ഈ സമയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുമ്പോഴും അത് കൃത്യമായി മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് ആ ടൈം ട്രാക്ക് മാത്രം പിടിച്ചു പോയാൽ മിക്കവാറും റെസ്റ്റോറന്റ് കിച്ചണുകളിലൊക്കെ ഒരു ടൈപ്പ് ബിരിയാണി, ഒരു മന്തി, അല്ലെങ്കിൽ 2 ടൈപ്പ് ബിരിയാണി, ഇത്രയൊക്കെയാണ് അടിക്കാറുള്ളൂ. നിങ്ങളെ ഞാൻ ഇന്ത്യയിൽ 50 തരം ബിരിയാണി ഉണ്ട്. ഇന്ത്യയിൽ എത്ര ഉണ്ട്? 50 തരം ബിരിയാണികളുണ്ട്. അതിന്റെ ബേസ് ആയിട്ട് ഒരു 4-5 എണ്ണമാണ് ഉള്ളത്. അതിന്റെ ചെറിയ വേരിയേഷൻസ് ആണ് ഈ പറയുന്ന 50 തരം ബിരിയാണി. മധുരമുള്ള ബിരിയാണി കഴിച്ചവരാരെങ്കിലും ഉണ്ടോ അതില്? മധുരമുള്ള ബിരിയാണി അങ്ങനെയുണ്ട്. ബോംബെയിലുണ്ട് മധുരമുള്ള ബിരിയാണി. അതില് പഞ്ചസാരയാണ് ഉപയോഗിക്കുക. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫസ്റ്റ് ടൈമാണ് കേൾക്കണേ തന്നെ. ശരി. അതില് മറ്റേ ഈത്തപ്പഴം, നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ അതിനകത്തുണ്ടാവും. അത് പല വിശേഷങ്ങൾക്കും ബാംഗ്ലൂരിൽ നിന്ന് അങ്ങോട്ട് പല സദ്യകളിലും ഒരു പാർട്ടായിട്ട് മധുരമുള്ള ബിരിയാണി വിളമ്പും. അപ്പൊ ആദ്യമായിട്ടാണ് കേൾക്കണേ. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഉണ്ടാക്കണം ഇൻഷാല്ലാ. എന്നിട്ടൊന്ന് കഴിച്ചു നോക്കണം അല്ലേ? ശരി. അപ്പൊ മധുരമുള്ള ബിരിയാണി ഉണ്ട്. അപ്പൊ ഈ മെയിനായിട്ട് ബിരിയാണിയിലെ എരു, പുളി, ഉപ്പ്, ഇതാണ് അതിന്റെ മെയിൻ കണ്ടന്റ് വരുന്നത് ബിരിയാണിയുടെ. ഇതിലെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രപ്പോർഷൻ കൃത്യമായിട്ട് വന്നെങ്കിലാണ് അതിന്റെ രുചി. ഇല്ലെങ്കിൽ എന്താവും? പാളു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബിരിയാണി
ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ? എളുപ്പമല്ല. എന്തല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ ഷിജു വരെ ഈ ഒരു ഇതിന്റെ ഉള്ളിൽ ചെറിയ 1, 2, 3 പ്രാവശ്യം അവിടെ ഇവിടെ ഒക്കെ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് പറഞ്ഞു കൊടുത്തു. ചില പാളിച്ചകൾ, അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് വരേണ്ട ചിക്കൻ 9:30 വരും. അതൊരു എക്സ്പീരിയൻസ് ആണ്. 9:30 ചിക്കൻ വന്നുള്ളൂ, എന്ത് ചെയ്യും? റിയലിസ്റ്റിക് ആയിട്ട് അത് പഠിച്ചെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ അതൊക്കെ ഇവിടെ ഇടക്കിടക്ക് അങ്ങനെ ഇങ്ങനൊക്കെ വരും. അപ്പൊ അത് പിന്നെ അളവ് കുറയ്ക്കും, അല്ലാണ്ട് കുറയ്ക്കും, കൂട്ടും. അത് നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ഒരു ചെമ്പിൽ തന്നെ ചിലപ്പോ 1, 2, 3 ബിരിയാണി നമുക്ക് പല സ്റ്റൈൽ വെക്കാൻ പറ്റും. അതും നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു ചെമ്പിൽ തന്നെ? കണ്ടായിരുന്നു. കണ്ടായിരുന്നു എവിടുത്തെ രീതി. ഓക്കെ. അപ്പോ ഇതൊക്കെ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. പിന്നെ ബേസിക്കലി ബിരിയാണിയിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അറിയാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കൃത്യമായ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. സ്റ്റെപ്പ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റെപ്പുകൾ നമ്മളെ നാട്ടില് കൈവിട്ടു പോയിരിക്കുകയാണ്. അതിന് ഞാൻ പല ബിരിയാണി പഠിച്ചപ്പോൾ കിങ് ഓഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദാണ്. ഹൈദരാബാദുകാരാണ് ശരിക്കും ബിരിയാണിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ പല മാസ്റ്ററായിട്ടും ബന്ധപ്പെട്ടു, ഡീറ്റെയിൽ ആയിട്ട് വിവരം കിട്ടണത് അവരുടെ അടുത്ത് പോയെങ്കിലേ അവർക്ക് അറിയണുള്ളൂ. അത് ആ സ്ഥലങ്ങളില് പഴയ കാലത്ത് സബോള വെട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പറായിട്ട് പോയിട്ട് അവിടുന്ന് സ്പ്രെഡ് ആയിട്ടുള്ള ആളുകൾ പല സ്ഥലത്തും പല രീതിയിൽ ചെയ്തു നോക്കിയിട്ടായിരിക്കണം ഒരു പക്ഷെ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ എല്ലാ ബിരിയാണികളും. കാരണം നമ്മൾ അവിടെ പോയി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, അവിടുന്ന് ഈ കർണാടക തൊണ്ട ബിരിയാണി, ഇത് ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പഠിച്ച മലയുടെ മുകളിൽ കയറിയപ്പോൾ മനസ്സിലായി. ഇതുകൊണ്ടാണ് ആ ബിരിയാണി ഇങ്ങനെ ഇരിക്കുന്നത്, ഇതുകൊണ്ടാണ് ഈ ബിരിയാണി ഇങ്ങനെ ഇരിക്കുന്നത്, ഇതുകൊണ്ടാണ് ദം ചെയ്യാൻ ആളുകൾക്ക് അറിയാത്തതെന്നുള്ളത്. രണ്ടാമത്, ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇത് ഒരു ഗുരുമുഖത്തുനിന്ന് പഠിക്കേണ്ട വിഷയമാണ്. ഗുരു വേണം ഈ കലയ്ക്ക്. രണ്ടാമത്, ഇത് ഒരിക്കൽ ചെയ്താൽ തിരിച്ചു പോയിട്ട് വീണ്ടും ശരിയാക്കാൻ പറ്റില്ല. അപ്പോ ഗുരുമുഖം ഇല്ലെങ്കിൽ എന്താവും? കയ്യിൽ നിന്ന് പോവും. ഇതൊരു സർജറി ചെയ്യണ പോലെയാണ്. നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ അടുത്ത് കാണിക്കുന്നതിന് പകരം ഇവൻ യൂട്യൂബിൽ എക്സ്പെർട്ട് ആണ്, അപ്പോ ഇവനെ കൊണ്ട് ആ സ്റ്റിച്ച് ഇടിപ്പിക്കാന്ന് പറയോ? കിച്ചനകത്ത് ഇപ്പൊ നിങ്ങൾ പലരും ഇതിൽ കൂടുതൽ ആളുകളും ഒരു ഇതാക്കി വരാനാണ്, മീൻസ് ഒരു ബിസിനസ്സിലേക്ക് വരാനാണ്. അപ്പൊ നിങ്ങൾ ആരുമാകട്ടെ, ഇപ്പൊ നിങ്ങൾ ഇത് പഠിക്കാൻ വന്നിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പല അറിവുണ്ടാവും, എന്നായിട്ട് ഷെയർ ചെയ്യേണ്ടതുണ്ടാവും, സംസാരിക്കണം തോന്നും, ഒക്കെ എഴുതി വെക്കുക, ചോദിക്കുക. ഇതിനൊരു സിറ്റ് ഉണ്ട്, അതിലിരിക്കുമ്പോൾ ആ ചോദ്യോത്തരങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി തരും. നിറഞ്ഞ കപ്പായിട്ട് ആരും എന്ത് ചെയ്യരുത്, ഇവിടെ നിൽക്കരുത്. നിറഞ്ഞ കപ്പിൽ പിന്നെ ഞാൻ ഒഴിച്ചെന്തുണ്ടാവുക? പിന്നെ ഞാൻ ചിലപ്പോ പറയും അല്ലെങ്കിൽ നിർദ്ദേശിക്കും, അത് ക്ലീൻ ചെയ്യും, ആ പ്ലേറ്റ് കഴുകുക, ആ ചിക്കൻ പീസ് കഴുകുക. അപ്പൊ പലരും ഇതില് ചിക്കൻ പീസ് തൊട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് തൊടുക. അതിനൊന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇപ്പോ ഒരു വിദ്യാർത്ഥിയുടെ കുപ്പായ ഇടുക. ഓക്കെ, ഞാൻ റോട്ടിൽ ബോർഡ് പിടിച്ചിട്ട് നിന്നിട്ടുണ്ട്, ഞാൻ പ്ലേറ്റ് കഴുകാതിരുന്നിട്ടുണ്ട്, വലിയ ചെമ്പുകൾ പാത്രം കഴുകാതിരുന്നിട്ടുണ്ട്, ഇതിന്റെ നിലം തുടക്കൽ മുതൽ എല്ലാ വർക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഇന്റൻഷൻ, ഞാൻ അത്യാവശ്യം കുക്കായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ച് വീണ്ടും ഈ പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം കുക്കിംഗ് മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു ബിസിനസ് സക്സസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 2 കാര്യം പഠിപ്പിക്കാറുണ്ട്. എങ്ങനെ ഭക്ഷണം വെക്കണം എന്നുള്ളതും പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനെ ബിസിനസ് ചെയ്ത് സക്സസ് ആക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബിസിനസ് ചെയ്ത് സക്സസ് ആക്കണമെങ്കിൽ ഞാൻ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം. കാരണം ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് പ്ലേറ്റ് കഴുകണണ്ട എനിക്കറിയാം എന്തായിരിക്കട്ടെയാണ്, ഇപ്പൊ ഉപയോഗിക്കണ സോപ്പ് ഓയിൽ കൂടുതലാണ്. ഒരുത്തൻ കോഴിമുട്ട ഇവിടെ ഇങ്ങനെ ഉടക്കിന് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവൻ പണി പഠിക്കാൻ വന്നിട്ടുള്ളതല്ല, നമ്മളെ സമയം കളയാൻ വന്നിട്ടുള്ളതാണ്. ഒരു കോഴിമുട്ടയുടെ തോട് പൊളിക്കണമെങ്കിൽ നമുക്ക് ഒരു 10 സെക്കൻഡിലും ചെയ്യാം, വേണമെങ്കിൽ വളരെ മനോഹരമായിട്ട് 15 മിനിറ്റിൽ ഇങ്ങനെ തട്ടി 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 ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റില്ലേ? ഇത് രണ്ടും അവൻ നമ്മൾ നോക്കുമ്പോ എന്താണ്, അവൻ പണിയെടുക്കുകയാണ്.
നമ്മൾ കാഴ്ചയില് ആള് വർക്ക് ചെയ്യാണ്, ഈസ് ഡൂയിങ് ജോബ്. അവൻ വർക്ക് ചെയ്യാണ്, പക്ഷെ സത്യത്തിൽ അവൻ എന്ത് ചെയ്യാണ്? ഉടായിപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് സെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ചെയ്യണം. പിന്നെ നമ്മളിപ്പോ അത്യാവശ്യം ഇതിന്റെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണത്. ഈ ഡിപ്പാർട്ട്മെന്റില് ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ അത് നിങ്ങൾ ചെയ്തും ചെയ്യിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് ചെന്നാലും ഇങ്ങനെ ഈ വൃത്തി വേണം, ഇങ്ങനെ വൃത്തിയില്ലെങ്കിൽ നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് എന്താവും? ബോധ്യമാവും. പിന്നെ എല്ലാ സാധനങ്ങളും അതിൻ്റെതായ രീതിയിൽ അച്ചടക്കത്തിൽ വെക്കുക. ഇതൊരു 100, 200, 300 ആ ഭാഗടക്കം 400 സ്ക്വയർ ഫീറ്റ്, 500-ന് താഴെ ഇതിനകത്ത് നമ്മൾ ബിരിയാണി, മന്തികള്, അൽഫാമുകള്, റോസ്റ്റ്, ബേക്കറി ഇത് മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മിനിയേച്ചറാണ് ഈ സാധനം. ഈ കാണുന്ന കിച്ചൺ, ഈ കാണുന്ന റാക്കുകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഒരു ഹോട്ടലിലെ ഇത്രയും വൈഡ് സാധനങ്ങൾ ചെയ്യണമെങ്കിൽ ഒതുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി ബിസിനസ് ആണ് നിങ്ങൾ ഇതിൽ പലരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മാനേജർ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഈ അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകണം, വേണ്ടേ? അല്ലെങ്കിൽ ബിസിനസ് എന്താവും? പൊളിയും. നിങ്ങൾ ഇല്ലെങ്കിലും അത് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ബിസിനസ്. അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയി ആവും. പിടികിട്ടിയാ? സെൽഫ് എംപ്ലോയി ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം പലരും 40-ന്റെ മേലുള്ളവരാ. അപ്പോ ഒരു ഹോട്ടലുകാരനെ സംബന്ധിച്ച് കല്യാണം, കുടിയിരിക്കലൊന്നുമില്ല. ഇയാൾ ഫുൾ ടൈം ഹോട്ടൽ അല്ലെങ്കിൽ കാശ് മുഴുവൻ മറ്റോടത്ത് കൊണ്ടുപോകും. ഇതാണ് ഇതിൽ എപ്പോഴും സംഭവിക്കാറ്. ആ സിസ്റ്റവും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ ഇവിടെ ഫീസ് പേ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ബിരിയാണിക്കാരനായിട്ട് ഇയാൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ കൂട്ടത്തിലുള്ളത്. പിന്നെ അദ്ദേഹം ഉണ്ട്. ഇദ്ദേഹം ബിരിയാണി മുമ്പ് വെച്ചിരുന്നില്ലേ? ഇനി 3 പേരാണ് ഒരു ബിരിയാണിയുമായി ബന്ധപ്പെട്ടത്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ബാക്കി ഇതിലുള്ള 7 പേർക്ക് അറിയില്ലല്ലോ, മീൻസ് അങ്ങനത്തെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് ബിരിയാണി വെച്ച് ചെയ്ത് ആ സിസ്റ്റം എന്താന്നൊക്കെ ഒരു കത്തില്ലേ? ഇവിടെ ഡിഫറെന്റ് ആയിട്ടാണോ പറഞ്ഞു തരുന്നത്? അല്ലേ? ഏറ്റവും എളുപ്പമുള്ള മാർഗത്തിലൂടെ ഇത് എങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ അടുത്ത സാധനം. കാരണം ഒരു ബിരിയാണി വെക്കാന്ന് പറഞ്ഞ ഒരു സബോള ഇതിനകത്ത് ഇട്ട് അത് വഴറ്റിൽ തന്നെ മണിക്കൂറുകൾ, 1 മണിക്കൂർ പ്ലസ് ഉണ്ടെങ്കിൽ സബോള ബിരിയാണി പരുവത്തിലേക്ക്, അല്ലെങ്കിൽ സബോളയുടെ ഏറ്റവും നല്ല രുചിയിലേക്ക് ടേസ്റ്റ് മാറുള്ളൂ. പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും സമയം ചെയ്യാൻ ഒരു കുക്കിന് പെട്ടെന്ന് സാധിക്കില്ല. അയാൾക്ക് ഭ്രാന്താവും ചെയ്യും. ഇല്ലെങ്കിൽ ഒരേ ഒരു സാധനം വെക്കുന്ന കട എങ്കിൽ പോലും അളവിൽ കൂടി കഴിഞ്ഞാൽ അടുത്ത പണിയായി. ഇത് മുഴുവൻ ഇളക്കുന്നതും പിടിക്കുന്നതും പായസപ്പണി പോലെയാണ്. അത് അതിന്റെ കൃത്യത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് അങ്ങ് പോവും. അപ്പൊ ഇവിടെ ബിരിയാണിയും കാര്യങ്ങളും പല അളവിലും വെക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ ചെറുതും വലുതൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഞാനിവിടെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 3 കൊല്ലമായിട്ട് ഗവേഷണം ചെയ്തിട്ട് എത്രത്തോളം ഇതിനെ ചുരുങ്ങിയിട്ടില്ലേ ഇവിടുത്തെ ഒരു ഒരു എക്സ്പ്രഷൻ കണ്ടില്ലേ? കാരണം എത്ര ചുരുക്കാം അത്രയും ഞാൻ കംപ്രസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ കുറെ സ്ഥലങ്ങളിൽ വർഷങ്ങൾ നിന്ന് പഠിച്ചിട്ട് എൻ്റെ ജ്യേഷ്ഠനെ എൻ്റെ അനുജത്തിനെയാണ് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ആ കൊറോണയുടെ ഒരു സ്റ്റേജിൽ 6 മാസം എടുത്തിട്ടും അവർക്ക് പല കാര്യങ്ങളും ചെയ്താ എനിക്കൊരു ഉറപ്പില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. കാരണം സാധനം കുളമാവും. സാധനം എന്താവും? കുളമാവും. അതുകൊണ്ട് നമ്മൾ അവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അവരെ പഠിപ്പിച്ചപ്പോ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, ഇതിന്റെ ഓരോ ഭാഗം മുറിച്ച് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർക്കത് വിജയിപ്പിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല? വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോ വിജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് എവിടെയെങ്കിലും വർക്ക് ചെയ്യാനോ കട തുടങ്ങാനോ പറ്റുമോ? പറ്റില്ല. അപ്പോ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത സിസ്റ്റമാണിത്. ഏത്? ഏറ്റവും കംപ്രസീവ് ആയിട്ട്. നിങ്ങളിപ്പോ സാമ്പാർ കഴിച്ചവരുണ്ട്, വെച്ചവരുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മൾ ആരെങ്കിലും സാമ്പാർ പൊടി തന്നെ പിടിക്കലുണ്ടാ? മാറാതെ പറ്റില്ല. പറ്റുമോ? ഇതിൽ എത്ര പേര് എപ്പോഴും ഗരം മസാല വീട്ടിൽ പിടിക്കുന്നവരുണ്ട്? അപൂർവം. ബാക്കിയൊക്കെ കടയിലേക്ക് മാറിയില്ലേ? ഒരു വിധം മുളക് പൊടി ഒക്കെ
പക്ഷെ ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്ന രീതി നമ്മൾ ഓൺ പൊടിച്ച് ഉണ്ടാക്കുന്ന മസാലകൾ ചെയ്തെങ്കിലാണ് കൺട്രോൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എത്ര ഇട്ടാലും സാധനം റെഡി ആവില്ല. അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ കുരുമുളക് പൊടി ഒരു 5-6 കമ്പനിയുടെ മേടിച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടുക. നിങ്ങൾ പൊടിച്ചിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ആവുമ്പോൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവും. ഇവിടെ കിട്ടിയ കുരുമുളക് പൊടിയാണോ അത് മണ്ണുപൊടി കറുപ്പ് കലക്കി തന്നാണോ എന്ന് വരെ തോന്നും. 2, നിങ്ങൾ ഫീസ് തന്നിട്ടാണ് പഠിക്കുന്നത്. ബിരിയാണിയാണ് നിങ്ങൾ മെയിനായിട്ട് ഇവിടെ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന ബിരിയാണിയുടെ വാല്യൂ എത്രയെന്ന് അറിയും? പഠിക്കുന്ന ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാല് ബിസിനസ് ആയിക്കോട്ടെ ഇനി ജോലി ആയിക്കോട്ടെ, ഇത് നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് കയറി ഒരു 3 മാസം നല്ല പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് വിപണിയിൽ ഏറ്റവും കുറഞ്ഞത് 36,000 മുതൽ 60,000 രൂപ നമുക്കിവിടെ ഈ നമ്മളെ നാട്ടില് ശമ്പളം ഉണ്ട്. എത്ര ഉണ്ട്? വേറെ ഒരു പണി ചെയ്യണ്ട, ബിരിയാണി വെക്കാൻ. പിന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഏക തൊഴിലാണ് ബിരിയാണി പണി. നിങ്ങൾ എണീറ്റില്ലെങ്കിലും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ആ കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുക പറയാൻ പറ്റാം. 15 ദിവസം to 30 ദിവസം നിങ്ങൾ മറ്റൊരാൾക്ക് ഇത് വായ്ത്താരി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം. ഇവിടെ കിട്ടിയ പിന്നെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റിയ വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യ. ഓക്കെ, നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്ന റൈസുകൾ അറബിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ വലിയ ഒരു 150-200 കോടി ജനങ്ങൾ കഴിക്കുന്നതാണ് അരി ഭക്ഷണം മിനിമം. അവർക്കൊക്കെ പറ്റിയ സ്റ്റൈൽ. കാരണം മലേഷ്യ, സിംഗപ്പൂർ, ലണ്ടൻ പല സ്ഥലത്തുനിന്നും വന്നിട്ട് അതിന്റെ റെസിപ്പിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് ഒരു ദിവസം അവരായിട്ട് സംസാരിച്ച് അവർ കഴിച്ചതിന് ശേഷം മാസ്റ്റർ ഞങ്ങൾക്ക് ഇതൊന്ന് ഇത്രയും വേണ്ട ഞങ്ങൾക്കൊന്ന് പേപ്പറാക്കി തരാൻ പറഞ്ഞിട്ട് ഒരു ദിവസം ഇന്ന് വന്നു നാളെ പോകുന്നു, മിനിമം 1 ലക്ഷം രൂപ ഫീസ് അവർ ഇങ്ങോട്ട് തരലുണ്ട്. ഇതിന് മേലെ ഞാൻ പറയണം, അവർ ഒരു ബിരിയാണിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യാനുള്ള വഴിയാണ് അവർക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ് നിങ്ങൾക്ക് തരണത്. അപ്പൊ നിങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ സാധനം ഇവിടെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ വിതരണം ചെയ്യാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു മണി താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ തിരിച്ചു വാങ്ങിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എത്ര സൂക്ഷിച്ചിട്ട് കൊണ്ടുപോകും? ഡയമണ്ട് ഞാൻ അങ്ങനെ തരികയാണ്, പക്ഷെ ഒരു ഡയമണ്ട് നിലത്ത് വീണാ നിങ്ങൾ അശ്രദ്ധമായിട്ട് കണക്കാക്കും. പിന്നെ ഡയമണ്ട് മുഴുവൻ തിരിച്ചു മേടിക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും നിലത്തിടോ? അപ്പൊ അത്ര സൂക്ഷിച്ചിട്ട് വേണം. 2, നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യിപ്പിക്കുമ്പോഴും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ളവർക്ക് അത് എത്രത്തോളം പെയിൻ ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു ട്രയലാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ രാവിലെ നിങ്ങൾ 6-6:30 വന്ന് നിന്ന് കഴിഞ്ഞാല് ഉച്ച കഴിഞ്ഞിട്ട് 3-3:30 വരെ നിൽക്കേണ്ടി വരും. പിന്നെ ആയിരിക്കും റെസ്റ്റ് കിട്ടുക. അപ്പൊ ചിലവർക്ക് ആദ്യത്തെ 2 ദിവസമൊക്കെ ഒന്ന് ആകെ കൈകാല് കടച്ചിലൊക്കെ വരും. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓട്ട മത്സരത്തിന് ഇറങ്ങിയിട്ട് ഒറ്റയടിക്ക് ഓടിയാ കയറാൻ പറ്റുമോ? അപ്പൊ നിങ്ങളെ ഞാൻ ഇറങ്ങിയ ഉടനെ സ്റ്റേറ്റ് ലെവലിൽ ഓടിച്ച് ഫസ്റ്റ് പ്രൈസ് എടുപ്പിക്കാനാണ് നോക്കണം. അപ്പൊ ഞാൻ മാത്രം വിചാരിച്ച പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? സഹകരിക്കണം. പിന്നെ ഇവിടെ ചെയ്യുന്ന എല്ലാ പണികളും ഞാൻ അല്ലെങ്കിൽ ഇവിടുത്തെ അസിസ്റ്റന്റ് കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അപ്പൊ പറയാം മാസ്റ്ററെ ഞങ്ങളെ മറക്കരുത് എന്ന് പറയാം. എന്താ പറയണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? ഓർമ്മ വരും. അപ്പൊ ഞങ്ങൾ കൈയെടുക്കും, നിങ്ങൾക്ക് ചെയ്യാൻ അവസരം കിട്ടും. മനസ്സിലായ? അല്ലെങ്കിൽ എന്താവും? ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ ബിരിയാണി പന്തലിൽ നോട്ടക്കാരനായിട്ടുണ്ടാവും എപ്പോഴും. അത് പോയാൽ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബിരിയാണി പന്തലില് ബിരിയാണി നോക്കാൻ നിൽക്കാത്ത ആരെങ്കിലും ഇതിലുണ്ടാ? ഏതെങ്കിലും ഒരു കല്യാണത്തിനെങ്കിലും ബിരിയാണി വെക്കണ നോക്കിണ്ടാവില്ലേ? ഉറപ്പല്ലേ? പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കാൻ നിങ്ങൾ ബൈ ഹാൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ പല ഓഫറും കാര്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് തന്ന പൈസ എത്രയാണോ അതിന്റെ ഒരു 10 ഇരട്ടി മൂല്യം തിരിച്ചു തരണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? 10 ഇരട്ടി. ഇപ്പൊ നിങ്ങൾ 30,000 രൂപ തന്നെങ്കിൽ മിനിമം 30 ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചു തരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് തന്നെ അങ്ങനെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഇവിടെ കിട്ടിയ അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എന്താ ഇവിടെ മുടക്കിച്ച അതിന്റെ 10 ഇരട്ടി ഇവിടെ തന്നെ
ഞങ്ങൾ തിരിച്ച് സപ്ലൈ ചെയ്യും. പക്ഷെ സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അത് മേടിക്കാനും കൂടി അർഹത കാണിക്കണം. ഓക്കെ. അപ്പോ ആള് 7 പേരാണ്. 7 ദിവസം മുതൽ 15 ദിവസം വരെയാണ് മിനിമം നിൽക്കുന്നത്. ഞാൻ സപ്പോസ് എനിക്ക് കുറച്ച് ദിവസം കൂടി നിൽക്കണം, ഒന്നുകൂടി പ്രാക്ടീസ് ആവണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാം. പിന്നെ ഭാവിയിൽ നിങ്ങൾക്കൊക്കെ ഈ യൂട്യൂബിലെ CRM ആണ് ഞാൻ തരാം. അപ്പൊ അതിൽ അടിച്ചു നോക്കിയിട്ട് അതിലും മനസ്സിലാവാത്ത കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് ഇതിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വിളിച്ചാലും 99% ഉടനെ തന്നെ 2 അല്ലെങ്കിൽ 3-ാമത്തെ റിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മറുപടി കൊടുക്കാറുണ്ട്. അല്ല, എത്ര വിളിക്ക് ഞാൻ എടുക്കാറുണ്ട്? 2, 1, 2, 3 അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫോണ് പരമാവധി എടുത്ത് അല്ലെങ്കിൽ തിരിച്ചു വിളിച്ച് കാര്യം പറഞ്ഞു കൊടുക്കും. കാരണം നിങ്ങൾ വെക്കുമ്പോൾ ഇതൊരു എന്താ പറയാ, ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീട്ടിയിട്ടില്ലെങ്കിൽ ആ സാധനം ചിലപ്പോൾ നശിച്ചു പോകും. പരമാവധി 98% പെട്ടെന്ന് കുളമാവാത്ത രീതിയിലാണ് ഇതിനെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് ശ്രദ്ധ, വളരെ ഭംഗിയായിട്ട് ഇന്നെ പോലെ അതിന്റെ ക്രമം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വേണമെന്ന് വെച്ച് മനസ്സറിഞ്ഞ് ഒന്ന് നോക്കുക, റിവിഷൻ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാം. പിന്നെ ഇവിടെ നിങ്ങൾ ഏകദേശം ഒരു 25% കാര്യം ഇവിടുന്ന് പഠിക്കുന്നത്. എത്ര? പിന്നെ 25% കാര്യങ്ങൾ നിങ്ങളുടെ ഡിസ്കഷനിലാണ് വരിക. പിന്നെ 25% കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് കിട്ടുക. പിന്നെ 25% നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കിട്ടുക. അപ്പൊ ഇവിടുന്ന് എത്ര കിട്ടും? അല്ല, ഇവിടുന്ന് ഇപ്പൊ എത്ര കിട്ടും? ഇവിടുന്ന് 25 ഉള്ളു, ബാക്കിയൊക്കെ പെൻഡിങ് ആണ്. അല്ലേ? ബാക്കിയൊക്കെ എന്താണ്? 75 ഇല്ല, പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. ഗോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാണ്. ഓരോരോ സെക്ഷനും അതിസൂക്ഷ്മമായിട്ട് എന്തായതാന്നുള്ളത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് ഓരോന്നിനെ കുറിച്ച് വിശദീകരിച്ച് തരും. നിങ്ങളുടെ ബുക്ക് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ആ ബുക്കിനകത്ത് എഴുത്തും വായന അറിയുന്നവരാണെങ്കിൽ അടയാളപ്പെടുത്തുക, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് അത് കാര്യമായിട്ട് എഴുതിപ്പിച്ച് ആ ബുക്ക് എപ്പോഴും കീപ്പ് ചെയ്യുക. ഈ ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും തോറും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ നിന്നുള്ള റിവാർഡ്സ് കൂടിക്കൊണ്ടിരിക്കും. ചുമ്മാ വന്നിട്ട് ചോദിച്ചു നാളെയും അതന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യാണ്. അപ്പൊ ഞാൻ നിങ്ങളിൽ നിന്ന് അകലും. പിന്നെ ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കുറയ്ക്കും. ഓക്കെ. അപ്പൊ ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടിയിട്ട് മനസ്സിലാക്കുക. വളരെ അറ്റൻഷനിൽ ഓരോ സ്റ്റെപ്പും, മിക്സി കൊടുന്ന് വെക്കണത്, മിക്സി വർക്ക് ചെയ്യിക്കണത്, മിക്സിയുടെ ഓരോ കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യത്തിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതിന് ഫുൾ ഇൻട്രസ്റ്റ് എടുത്തിട്ട് മുമ്പോട്ട് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ എന്താവും, നിങ്ങൾ പുറകെ പോകും. അല്ലേ? അപ്പോൾ 30,000 തന്നു, പഠിക്കുകയാണ്. ഇനി അടുത്തടുത്ത സ്ലാബിൽ ഈ ഫീസൊക്കെ മാറും. നിങ്ങൾ എത്രത്തോളം ഇൻട്രസ്റ്റ് എടുക്കുന്ന അത്രയും നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് തിരിച്ച് തരും. പോരെ? അപ്പോൾ കാര്യമായിട്ട് നോക്കും. യൂണിഫോം ഇട്ടിട്ടുണ്ട്. അപ്പൊ യൂണിഫോം ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു പോലീസ് ഓഫീസറിനെ കാണുമ്പോ അയാള് സാധാ ഡ്രസ് ഇട്ട് വന്നാൽ എന്തോരം വില ഉണ്ടാവും, യൂണിഫോം ഇട്ട് എന്തോരം വില ഉണ്ടാവും? നമ്മൾ കണ്ട ഒരു മൈൻഡ് ഇല്ല. നേരെ മറിച്ച് യൂണിഫോം ഇട്ട് അതിൻ്റെതായ പ്രൊഫഷണൽ ആയിട്ട് ചെയ്താല് നമുക്ക് തന്നെ തോന്നും നന്നായി ചെയ്യണം, വൃത്തിക്ക് ചെയ്യണം, എല്ലാവരും എന്നെ വീക്ഷിക്കുന്നുണ്ട്, കൃത്യമായിരിക്കണം, എൻ്റെ യൂണിഫോം അടിപൊളിയായിരിക്കണം എന്നുള്ള സാധനം. നിങ്ങളിപ്പോ ഒരു സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം, നിങ്ങളുടെ കീഴിലെ ആൾക്കാർ വരുമ്പോൾ നിങ്ങളും അവർക്ക് എന്ത് ചെയ്യുക, യൂണിഫോമിൽ മാത്രം ഇത് ചെയ്യാൻ അനുവദിക്കുക. അപ്പൊ അതിന് ഇനി അപ്പൊ പാനയ്ക്കുള്ള പോക്കറ്റ് ഉണ്ടാവും, ഇവിടെ ഒരു പാന അതിനുള്ള പോക്കറ്റ് ഉണ്ടാവും, അതിന് ബുക്ക് വെക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ യൂണിഫോമിനകത്തുണ്ട്. ഇല്ലെങ്കിൽ എന്തുണ്ടാവും, ഒരു ടീഷർട്ട് ഇട്ടിട്ട് വന്നിട്ട് അതിങ്ങനെ തോന്നിയ പോലെ ഒട്ടും ഒരു പ്രൊഫഷണലിസം വരില്ല. നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളിത് ചെയ്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താവും, ഈ സാധനം പെട്ടെന്ന് മനസ്സിലാവും, അത് ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താവും, നിങ്ങൾക്ക് ഇതൊന്നും ഇട്ട് പരിശീലനം അല്ലെങ്കിൽ ഒന്നും വരില്ല. പിന്നെ എവിടെ കിച്ചണിൽ നമ്മൾ പണിക്ക് പോകുമ്പോഴും മറ്റുള്ളവർ എന്തായിക്കോട്ടെ, നമ്മളെ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കിച്ചണിലുള്ള എല്ലാവർക്കും ഒരു വില ഉണ്ടാവും നമ്മളെ കാണുമ്പോൾ. അല്ലെ, ഒരു കള്ളി ഷർട്ട് ഇട്ടിട്ട് ഒരുത്തം വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം,
നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോ കിച്ചണിൽ, ഞാനൊക്കെ ഓരോ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ ലുക്കിലാണ് നിൽക്കണമെങ്കിൽ അവര് ആ രീതിയിൽ റെസ്പെക്ട് തന്നിട്ട് നമ്മളോട് സംസാരിക്കുകയും ചെയ്യും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അതല്ലെങ്കിൽ അവർ ഇതിൽ കൂടെ കേൾക്കും, ഇതിൽ കൂടെ വിടും. അപ്പോൾ യൂണിഫോം എപ്പോഴും എന്ത് ചെയ്യണം? മാൻഡറ്ററി ആണ്. അത് എപ്പോഴും ക്ലീൻ ആയി ബെസ്റ്റ് ആയിട്ട് വെക്കുക. പിന്നെ ഓരോ സമയത്ത് ഇടേണ്ട ഓവർ കോട്ടുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഇട്ട് പോയി കഴിഞ്ഞാൽ അഴുക്ക് പിടിക്കാതെ ഇതാക്കാൻ പറ്റും. പിന്നെ ഒരു ദിവസം 2 ദിവസം ആകുമ്പോൾ ഉള്ളിൽ ഇന്നർ ബനിയനും കൂടി ഇട്ടിട്ട് വേണം വർക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് അതേപോലെ തന്നെ അഴിച്ചു വെച്ചു ഭയങ്കര ഓവർ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം ഇടാം, പിന്നെ വീണ്ടും മാറ്റിയിടാം. അതല്ല നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ നിൽക്കണ പോലെ നിൽക്കുകയാണെങ്കിൽ വേർക്കണില്ല, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്നർ ബനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ദിവസമൊക്കെ ഇടാം, ഒരു അഴുക്കും വരുന്നില്ല. അത് കഴിഞ്ഞാൽ അതേപോലെ ആ 2 മണിക്കൂർ കഴിഞ്ഞ് അഴിച്ചു വെക്കാം. ഹാർഡായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി അലക്കണം. ഇതിന്റെ മെറ്റീരിയലൊക്കെ ആ രീതിയിലുള്ള മെറ്റീരിയലാണ്. ഡെയിലി ഒന്ന് അലക്കിയാലൊന്നും സംഭവിക്കില്ല, നല്ല സ്ട്രോങ് മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ അതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവും. ശരി. ബിരിയാണി ആകുമ്പോ കൃത്യമായിട്ട് ആ എല്ലാ പീസും നിങ്ങളിവിടെ കഴിക്കുമ്പോൾ എല്ലാ പീസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കഴിക്കാം. പിന്നെ ഇന്നു മുതൽ നിങ്ങൾ 2 നേരം ബിരിയാണി കഴിക്കണം. ഓക്കെ, പോകുന്നവരെ. അപ്പൊ നിങ്ങൾക്ക് സപ്പോസ് ഈ ചിക്കനും ഇതൊന്നും കഴിച്ച അത്ര ശീലമല്ല, അല്ലെങ്കിൽ 2 നേരം കഴിച്ചിട്ട് ശീലമില്ലാത്തവർക്ക് നമ്മൾ ഇവിടുന്ന് ആയുർവേദിക്കിന്റെ 2 മെഡിസിൻ ഉണ്ട്. അരിഷ്ടം. ആ 2 മെഡിസിന് ചേർത്തിട്ട് കഴിച്ചാല് വയറിനകത്ത് നമ്മൾ എന്ത് തരം ഇറച്ചി കഴിച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ ഇറച്ചി കംപ്ലീറ്റ് വയറ്റിളക്കല്ല വരിക, ഡൈജഷൻ പെർഫെക്റ്റ് ആവും. അപ്പൊ അത് ഞാനിവിടെ പറഞ്ഞു തരും. ആ മരുന്നുകൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാം. ആവശ്യത്തിന് ഒരു സിപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഇറച്ചി എങ്ങനെയൊക്കെ അടിച്ച് ചവച്ച് കഴിച്ചാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിന് ഏൽക്കില്ല. ചിലപ്പോൾ അങ്ങനെ 2 നേരം ചിക്കനൊക്കെ കഴിച്ചാൽ ചിലർക്കൊക്കെ എഞ്ചിനൊക്കെ 45 കഴിഞ്ഞ് ഓടുമ്പോൾ പതുക്കെ ഒരു പിടുത്തം വരും. അപ്പൊ അത് കഴിച്ചാൽ ക്ലിയർ ആവും. അപ്പൊ എന്ത് കാര്യത്തിന് എന്തുണ്ട്, റെമഡി ഉണ്ട്. അറിയാത്ത പിന്നെ ചോദിക്കുക, നമ്മളിങ്ങനെ ഓർഡിനറി കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ അത് നോട്ട് ചെയ്യുക, അത് ചെയ്യാം കേട്ടോ. അപ്പൊ ചിക്കന് ഈ രീതിയിൽ പീസിന്റെ വലുപ്പം അനുസരിച്ചിട്ട് ഇത് മസാലയിൽ ഒഴിക്കുന്ന വെള്ളം അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. അത് 150-200 ml തുടങ്ങി 400 ml വരെയാണ് മാക്സിമം നമ്മൾ കൊടുക്കുക. അതിനകത്ത് തന്നെ അത്യാവശ്യം മസാല വിരിഞ്ഞു വരും. അത് നിങ്ങൾക്കിപ്പോൾ ബിരിയാണി വെച്ചിട്ട് പിന്നെ നമ്മൾ വെട്ടി വിളമ്പുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ വിളമ്പുക എന്ന് പറയുന്നത് ഒരു കലയാണ്. ബിരിയാണി ഒക്കെ അടിപൊളിയായി, പക്ഷെ വിളമ്പെടുക്കാൻ അറിയില്ലെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് കുറയും. അപ്പൊ അതും ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കി നോക്കി പഠിച്ച് അത് എക്സിക്യൂഷൻ ചെയ്യാം. ഓക്കെ, ആ അല്ല, നമ്മള് മസാലയില് വെള്ളം കൂട്ടുമ്പോ ആള് ചോദിച്ചത് റൈസ് വെന്ത് പോലെ എന്നാണ്. റൈസ് വെന്ത് പോവില്ല. അത് നമ്മൾ ഊറ്റുന്നിടത്ത് നമുക്കിവിടെ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എത്ര നമ്മൾ ഇടാൻ പോകുന്നത് എത്രയാണെന്നുള്ള മസാലയുടെ റേഷ്യോ ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് ഓരോ അരികൾക്കും എന്തുണ്ട്, ഊറ്റുന്നതിന്റെ ടൈമിംഗ് ഉണ്ട്. അപ്പൊ ബസുമതിയിൽ തന്നെ നമ്മളിവിടെ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്, ബസുമതിയിൽ സാധാരണ നമ്മൾ നാട്ടിൽ വെക്കുന്നത് പച്ചരിയാണ്, പിന്നെ ആവിയിൽ പുഴുങ്ങിയ അരിയാണ്, പിന്നെ വെള്ളത്തിൽ പുഴുങ്ങിയ അരിയാണ്, പിന്നെ വെള്ളത്തിൽ 3 പ്രാവശ്യം പുഴുങ്ങിയ അരിയാണ്. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണവരാണോ നിങ്ങള്? ആദ്യമായിട്ടാണ് കേൾക്കണത്. ഓക്കെ, അപ്പൊ ബസുമതിയിലെ പച്ചരിക്കാണ് ഏറ്റവും കൂടുതൽ ദമ്മ് ബിരിയാണിയിൽ ലയിക്കാനുള്ള കഴിവുള്ളത്. ഓക്കെ, അരികൾ തന്നെ പ്രത്യേകിച്ച് സ്പെഷ്യലൈസ്ഡ് ബിരിയാണികൾക്കുള്ള അരികൾ, ഒന്ന് കോലം റൈസ്, അതിൽ ഒരു 50 ചില്ലാനം വേരിയന്റുകളുണ്ട്. കോലത്തിൽ തന്നെ പച്ചരിയും പുഴുങ്ങലരിയും ഉണ്ട്. പിന്നെ ജീര റൈസ് ഒരു വേരിയന്റ് ഇറങ്ങണുള്ളൂ പച്ചരി. പിന്നെ ബസുമതിയിൽ 4 വേരിയന്റുകളാണ് വരുന്നത്. അതിൽ ഓരോരോ ബ്രാൻഡുകളും സബായിട്ട് ഇറക്കുന്നുണ്ട്. പിന്നെ ഈ ഷുഗർ രോഗികൾക്ക് വേണ്ടിയിട്ട് ബ്രൗണിഷ് ബസുമതി വരുന്നുണ്ട്, തവിടൊക്കെ കലർന്ന, നമ്മൾ പറയില്ല നമ്മളെ നാടൻ അതുപോലെ. അപ്പൊ അതില് ഓരോ കാറ്റഗറി, ഇപ്പോ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് കമ്പനിയാണ്, KRBL എന്ന് പറഞ്ഞ കമ്പനിയുടെ കീഴിൽ നിന്ന് സബ് ബ്രാൻഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഗേറ്റിന്റെ കീഴില് ഒരു എണ്ണപ്പെട്ട അരികൾ 20-ന് മേലുണ്ട്. അതിൽ ബസുമതിയിൽ പച്ചരിയിൽ നമ്മൾ വിൽക്കുന്ന പൈസ അനുസരിച്ചിട്ട് മിനി മോഗ്ര, റെഗുലർ, റോസന്ന,
ദുബാറ്, തിബാറ്, സൂപ്പർ, ക്ലാസിക്. ഇതാണ് പച്ചരിയിലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അരി. പിന്നെ ബോയിൽ ചെയ്തതിൽ ഇതേപോലെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ട്. പിടിയിട്ടുണ്ട. ഈ അരികൾക്കൊക്കെ ഓരോ സ്വഭാവങ്ങളാണ്. ഈ എല്ലാ അരികളുടെ എല്ലാ സ്വഭാവം നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പഠിപ്പിക്കുന്നില്ല. കാരണം ഇവിടെ ഇപ്പൊ നമ്മൾ ഹൈ ക്വാളിറ്റിയാണ് പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു പ്രൈസ്, നമുക്ക് സാറേ ഒരു 100 രൂപയ്ക്ക് അടിപൊളി സാധനം കൊടുക്കണം, വയറ് ഇറച്ചാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഡിസൈൻ ഉണ്ട്. നമുക്ക് നഷ്ടം പറ്റാൻ പാടില്ലല്ലോ. പറ്റാൻ പാടുമോ? അതോ സാധനം അടിപൊളിയാവണം വേണം, വേണ്ടേ? അതിനനുസരിച്ചിട്ടുള്ള അരികളുണ്ട്. ഇവിടെ കിട്ടിയ അപ്പൊ അത് നമ്മള് ഇത് നമ്മൾ പറഞ്ഞില്ലേ, ബാക്കി ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വരുമ്പോഴാണ് ബാക്കിയുള്ള അരികളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനൊക്കെ വ്യത്യസ്ത തരം വേവുകളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നമ്മൾ പറയുന്ന പോലെ ആ ടൈമിങ് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇതൊക്കെ CRM യൂട്യൂബിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് തരുമെങ്കിലും ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, കിട്ടിയത് മുഴുവൻ എഴുതിയിട്ട് ഞാൻ ബുക്ക് പരിശോധിക്കും. ഇപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ ബുക്ക് പരിശോധിച്ചു അല്ലേ? ബുക്ക് ഉണ്ടോ കയ്യില്? ആ ബുക്ക് തരും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഇത്തരത്തില് ഇതിനെന്ത് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലായത് എന്തോ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഓക്കെ, അത് കൃത്യമായിട്ട് ഇതിനകത്തേക്ക്, അത് മറ്റാരോടും നിങ്ങൾ കോപ്പി ചെയ്യരുത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങളെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇതിലെ എഴുത്തനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുവിടുന്നു. ഇവിടെ കിട്ടിയ നിങ്ങൾക്ക് എന്ത് കിട്ടി അത് എഴുതുക. അന്ന് വൈകിട്ട് അത് ചർച്ച ചെയ്യുക. എഴുതിയതിന് ശേഷം മാത്രം ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഗ്യാപ്പിൽ ഒന്ന് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തിട്ട് കിട്ടാത്തത് അല്ലെങ്കിൽ മറന്നുപോയ പോയിന്റ്സ് കിട്ടി അതും എഴുതുക. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫൈനലി ഞാൻ ചെക്ക് ചെയ്തത്. ഓക്കെ. ഇന്ന് ഞാൻ എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും? ഇന്നിപ്പോ എത്ര പോയിന്റ്സ് പുതിയത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും? 10 പോയിന്റ് പുള്ളി മനസ്സിലാക്കിയിട്ട് എഴുതിയത്. പുള്ളി പോവാണ്. പുള്ളി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് എഴുതി ഇതിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ മൂപ്പർക്ക് ഇപ്പോഴും ശ്രദ്ധപ്പെടാത്ത 10+ പോയിന്റ്സ് ഞാൻ ഇതിന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ? അപ്പൊ എന്താ മനസ്സിലായി? നമ്മള് പലപ്പോഴും മനസ്സിലായി എന്ന് വിചാരിച്ചത് മനസ്സിലായിട്ടുണ്ടാവില്ല. സെൻസിറ്റീവ് ആണ് അത്. ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ മനസ്സിലായിന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചെടുക്കലാണ്. ഇവിടെ കിട്ടിയ അപ്പൊ അത് വൃത്തിയായിട്ട് എഴുതിയിട്ട് ഇതേപോലെ സൂക്ഷിച്ച് പിന്നെ നമ്മൾ വൈകിട്ടാകുമ്പോൾ അത് കംപ്ലീറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അടുത്ത സെക്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. മനസ്സിലായോ? ഓക്കെ. പരിസരത്തുള്ളവർ കേൾക്കുന്ന രീതിയിൽ ഉറക്കെ പറഞ്ഞു വേണം വെള്ളം ഒഴിക്കാൻ. 1, 2 നിങ്ങൾ അങ്ങനെ പരിശീലിക്കുക. അപ്പോ ഭാവിയിൽ ഇപ്പൊ നമുക്ക് ഒരു കോൾ വന്നു, നമ്മൾ മെന്റലി ഡിപ്രസ്ഡ് ആണെങ്കിൽ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ 3 എന്നുള്ളത് ചിലപ്പോൾ വീണ്ടും 2 തന്നെ ആവും. എന്താവും? ഇപ്പൊ ഒരല്പം ഉറക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, അവിടെ ഉള്ള ആളുകൾ മൊത്തം കേൾക്കണം. അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ എന്താവില്ല, ഇവനെന്താ 1, 2 എന്നൊക്കെ ഉറക്കെ പറയണമെന്നൊന്നും പറയില്ല. അത് 2-3 പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് എന്തായി, കാര്യം പിടികിട്ടി. മറ്റുള്ളവർക്ക് എന്താവും, ധാരണ വരും. നമ്മൾ എന്ത് കാര്യം ഉറക്കെ പറഞ്ഞാൽ നമ്മളുടെ ചെവി അതെടുത്തിട്ട് ബ്രെയിനിന് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ സാധാരണ മനസ്സിൽ വായിക്കുന്നതിന്റെ ചില വിഷയങ്ങൾ പകർത്താനാണെങ്കിൽ ഒരു ചെവി കേൾക്കുന്ന ശബ്ദത്തിലെങ്കിലും പറഞ്ഞാല് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോ മുസ്ലിങ്ങളുടെ ഇടയിൽ ഖുർആൻ കുറെ ഭാഗങ്ങൾ പഠിക്കും കാണാപ്പാഠം. അതങ്ങനെ മറ്റെല്ലാ മതവിഭാഗങ്ങളിലും അങ്ങനെ പഠിക്കുന്ന പരിപാടി കുറവാണ് അല്ലേ? അത് ചിലവർ തെരഞ്ഞെടുത്ത ആളുകൾ മാത്രമേ അതൊക്കെ ചൊല്ലി പഠിക്കുള്ളൂ. അപ്പൊ മുസ്ലിങ്ങൾ മിനിമം അത് ചെയ്യാറുണ്ട്, കുറച്ച് സൂറത്തുകളും കാര്യങ്ങളൊക്കെ. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മള് ഇത് പഠിക്കാന്ന് പറയുന്ന പ്രോസസ്സ് റിപ്പീറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇത്ര പ്രാവശ്യം ഒരാൾ ശ്രദ്ധയോടുകൂടി ഒരു കാര്യം വായിച്ചാൽ അത് ബ്രെയിനിൽ എന്താവും, ഫീഡാവും. വേറെ നമ്മൾ പഠിക്കാന്ന് പറയുമ്പോൾ വേറെ ഭക്ഷണം കഴിക്കണ പോലെ എന്തെങ്കിലും ചെയ്യാണോ? അല്ലല്ലോ. നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ബോഡിയിലേക്ക് വരും. സംസാരിക്കുക എന്ന് പറയുന്നത് എന്താ, ചെറുപ്പം മുതലേ ചെയ്ത് സംസാരിക്കണം അല്ലെ? നിങ്ങൾ ആരെങ്കിലും കുത്തിയിരുത്തിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ?
റിപ്പീറ്റ് ഈക്വൽ ടു ബൈ ഹാർട്ട് ആണ്. എന്ത് കാര്യം റിപ്പീറ്റ് ചെയ്താല് ബൈ ഹാർട്ട് ആയി മാറും. അപ്പൊ ഈ പറയുന്ന വെള്ളം അളക്കുന്നത് ഭയങ്കര പ്രാധാന്യമാണ്. ഈ വെള്ളത്തിന്റെ അളവുകൾ മാറിക്കഴിഞ്ഞാല് ബിരിയാണിയുടെ സ്വഭാവം, റൈസിന്റെ സ്വഭാവമൊക്കെ മാറും. പിന്നെ ഇപ്പൊ ഈ പാത്രത്തിൽ നമ്മൾ ചെയ്യുന്നത് അത്യാവശ്യം ഒരു മിനിമം കട്ടിയുള്ള പാത്രം ഉപയോഗിച്ചാൽ നല്ലത്. അതില് ഇപ്പൊ ഇതാ ഈ റൈസ് നമ്മളിപ്പോ വെള്ളം ഇതാക്കാണ്. 1 കിലോ ബിരിയാണിയുടെ അരി എന്ത് ചെയ്യരുത്, ഇത്ര വലിയ പാത്രത്തിൽ ചെയ്യരുത്. ചെയ്താൽ എന്തുണ്ടാവുക, വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് ഒഴിച്ചു, സാറ് പഠിപ്പിച്ചൊക്കെ കറക്റ്റാ, പക്ഷെ സാധനം അരി കയറി വട്ടയ്ക്കും. നിങ്ങൾ 2 ലിറ്റർ ഒഴിച്ചാലും അരി കയറി സ്റ്റഫാവും. കാരണം 50% 60%ന്റെ മുകളിൽ ആ ചെമ്പില് വറ്റിക്കുകയാണെങ്കിൽ സാധനം ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താവും, സംഭവം വരില്ല, വേവില്ല. നിങ്ങളിങ്ങനെ നോക്കും, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ പാത്രങ്ങളുടെ മിസ്റ്റേക്ക് കാരണം ബിരിയാണി വെച്ച് കൊള്ളായിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ ആലോചിക്കുക, എന്താ ഇവിടെ പറ്റി, ഇതൊക്കെ ഞാൻ ഒഴിച്ച് കറക്റ്റ് ആണല്ലോ, പക്ഷെ പാത്രം എന്തായിരിക്കില്ല, പാത്രം ഒരിക്കലും ശരിയായിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ എപ്പോഴും പാത്രം എടുക്കുമ്പോ വെള്ളം ഒഴിച്ച് നോക്കുമ്പോ തന്നെ ഒരു 35-40% പാത്രത്തിൽ വന്നിട്ടില്ലെങ്കിൽ പാത്രം മാറ്റിക്കൊള്ളണം. ഓക്കെ, അത് 1 കിലോനാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ പാത്രം വെക്കണം. ഇനി 70ന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ എടുത്ത് വിളമ്പാണെങ്കിൽ കുഴപ്പമില്ല. 70%ന്റെ മുകളിലാണ് അളവ് കാണണമെങ്കിൽ നമ്മളതൊരു 10-15 മിനിറ്റ് അരമണിക്കൂറിൽ എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ല 70%, 80-90% ഇതിനകത്ത് സാധനം ഉണ്ടെങ്കിൽ ഈ അടിയിൽ കിടക്കുന്ന 20%-30% റൈസ് ചതഞ്ഞു പോകും. അപ്പൊ കുറച്ച് ഭാഗം ഓവർ കുക്കഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പിടി കിട്ടിയ. പിന്നെ പ്രത്യേകിച്ച് ബാംഗ്ലൂർ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാല് അവര് ഈ ദൊണ്ണ ബിരിയാണി, ആമ്പൂർ ബിരിയാണി ഇതൊക്കെ വെറ്റിച്ച് ചെയ്യുന്നത്. അവരെ ചെമ്പുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ചില അരികള്, ഓരോ സ്വഭാവങ്ങളുണ്ട്. അവര് എപ്പോഴും കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്, അരിയുടെ സൈസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 5 കിലോ അല്ലെങ്കിൽ 10 കിലോ മാത്രം എത്ര അടിക്കുകയാണെങ്കിലും അത്ര ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ആ പാത്രത്തിൽ ഉണ്ടാവില്ല. പിടി കിട്ടിയ. ഇതാണ് അതിൻ്റെ ഒരു കാരണം. ആ അടി മുകളിൽ വരെയുള്ള എല്ലാ റൈസും ഒരേ സൈസ്, ഒരേ സ്റ്റഫ്, ഒരേ ടേസ്റ്റ്, ഒരു അരി കൂടുതൽ വേവ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ചിട്ട് ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതൊക്കെ നിങ്ങളെ 25% പഠിക്കുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ്. ഓക്കെ, ഒരു റോയൽ ക്വാളിറ്റിയിൽ ഇത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഗ്രീഡിയന്റിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഇത് കഴിക്കുന്നവർക്കൊരു സുപ്രീം ക്വാളിറ്റി ഫീൽ ചെയ്യും. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് നമുക്ക് മൊത്തത്തിൽ ഇതിന്റെ ബേസ് ഇൻഗ്രീഡിയന്റ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി കൂട്ടാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്? ബിരിയാണിയുടെ അരി എത്ര രൂപ മുതലുണ്ട്? 60 രൂപ 70 രൂപ മുതൽ സ്വഭാവമാണ്. ഇനി എത്ര നല്ല റൈസ് ആണെങ്കിലും വെക്കാൻ അറിയില്ലെങ്കിൽ ഒന്നിനും കൊള്ളൂല. മനസ്സിലായ? പ്രോസസ്സിങ്ങിലാണ് ഇതിന്റെ പ്രധാന പണി. അതുപോലെ ഓരോ അരികളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അരിയാണത്. വെന്ത് കഴിഞ്ഞാൽ സ്മെല്ലുണ്ട്. അരി വിരിഞ്ഞു കഴിഞ്ഞാല് ടേസ്റ്റ് മാറും. അരി വിരിഞ്ഞാല് ടേസ്റ്റ് മാറും. അരി വേവാതിരുന്ന് കഴിഞ്ഞാല് അതിന് ടേസ്റ്റ് മാറും. കൃത്യമായ അതിന്റെ വേവുണ്ട്. അപ്പൊ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോ മെഷർമെന്റിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ തോതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നിങ്ങളത് കുക്ക് ചെയ്ത സാധനം 70% വന്നിട്ട് നിൽക്കണം. പിന്നെ അതൊരു 15 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയാൽ അതിന്റെ ഉള്ളിലൊക്കെ അരി കടിക്കും. ഒരു 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അത് സെൽഫായിട്ട് കുക്കാവും. അതിന്റെ ആ ലെയറിൽ ഒരു സെൽഫ് ദമ്മിങ് നടക്കും. അങ്ങനെ ദമ്മിങ് നടന്നു കഴിഞ്ഞാല് അതിന്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പൊ അരി വേവ് കുറഞ്ഞാലും പ്രശ്നമാണ്, വേവ് കൂടി വിരിഞ്ഞാലും ടേസ്റ്റ് മാറും. പിന്നെ ഈ അരി എപ്പോഴും വറ്റിക്കാനാണ് നല്ലത് അതിന്റെ ടേസ്റ്റ്. ഇത് ഊറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൊത്തം ഫ്ലേവർ മാറിപ്പോകും. അപ്പൊ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. 2-3 ചെമ്പിൽ വേണമെന്ന് വെക്കാൻ. അത് നമ്മൾ എന്ത് ചെയ്തു, എല്ലാം കൂടി ഒരു ചെമ്പിലേക്ക്
വെക്കുന്ന മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം ഫ്ലേവർ മിക്സ് ആവാത്ത തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റ് കിട്ടും. അപ്പൊ നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പറാണ്. കട്ടിയിൽ നമ്മൾ മടക്കി ലെയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ, ഇപ്പത്തെ ഈ ചിക്കന്റെ പീസിന്റെ ഇതനുസരിച്ചാണ് ഇപ്പൊ അതിൽ വെള്ളം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഇനി പൊട്ടിക്കുമ്പോ നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവും എത്രയാണ് എന്താന്നുള്ളത്. ആ ഭാഗം ഒരു അല്പം ചുരുങ്ങിയിരുന്നോട്ടെ കേട്ടാ. ഞാൻ അതവിടെ അവിടെ അടിച്ച് സെറ്റ് ആക്കിയതിന് ശേഷം ഇവിടുന്ന് കറക്റ്റ് ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അവിടെ അരി അളവ് കുറവ് വരാൻ പോണു, ഈ ഭാഗത്ത് കൂടാനാ പോണത്. പക്ഷെ ഇത് എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് മാക്സിമം ഒന്നിന്റെ മേലെ ഒരു ചിക്കൻ പീസ്, ഇതാണ് അതിന്റെ നല്ല കുക്ക് ലെവല്. ഒരു പീസിന്റെ മുകളിൽ അടുത്തൊരു പീസ്, അങ്ങനെ വന്നാല് അതിന്റെ ഒരു നല്ല ലെവലാണ്. 3 പീസ് വെക്കുമ്പോൾ നമ്മൾ ഈ കുക്കിങ്ങിന്റെ മെത്തേഡും അതിന്റെ മൊത്തത്തിലുള്ള സ്റ്റെപ്പും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ മൂന്നാമത്തെ ലെയർ അതേപോലെ വെന്തോളണമെന്നില്ല. ഓക്കെ, ഇത് 100-120 ഗ്രാമിന്റെ പീസ് നമുക്ക് ഇതേപോലെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ടും സെറ്റ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞാല് ഈ ചിക്കന്റെ ഒറിജിനൽ ഫ്ലേവർ പൊരിക്കുന്നതോട് കൂടിയിട്ട് അങ്ങോട്ട് പോകും. പൊരിച്ച ബിരിയാണിക്ക് പിന്നെ എന്ത് ചെയ്യില്ല, ഫ്ലേവർ നിൽക്കില്ല. ഫ്ലേവറും അതിന്റെ ശരിക്കുള്ള ഫാറ്റും അതിന്റെ റെഡി ആയിട്ടുള്ള എസൻസും ഗുണങ്ങളൊക്കെ പറന്നു പോകും. അപ്പൊ ടേസ്റ്റ് എന്താവും, കുറയും. ചിക്കന് ദം ബിരിയാണിയുടെ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ സ്റ്റൈലിൽ കടിച്ചു പറിക്കാൻ പറ്റില്ല. അത് പഞ്ഞി പോലെ ആവും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അത് നിങ്ങളിപ്പോ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആ രീതിയിലേക്കാണ് ഇതിന്റെ കുക്കിംഗ് പോയിന്റ് വരുന്നത്. പിന്നെ പച്ചക്കാണ്, ഇത് പൊരിച്ച ലെവലിലേക്കാണ് ഇതിന്റെ വേവ് വരിക അല്ലേ. ഇതെങ്ങനെയുണ്ട് കഴിക്കുമ്പോ, ഇത് പൊരിച്ച പോലെ ആയിരിക്കും വരിക. പച്ചക്കിട്ട സാധനം പൊരിച്ച ലെവലിൽ വരുമ്പോ വരണമെങ്കിൽ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഏകദേശം കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ടേസ്റ്റ് വരാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളുടെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിന് മസാല ആക്കുകയാണ്. മസാല വരെയല്ല ചെയ്യുക, ഈ റൈസ് മസാല ആയിട്ട് മാറും. അപ്പൊ കുറച്ചും കൂടി ഫ്ലേവർ ടേസ്റ്റും കൂടും. ഇനി ബാക്കി കഴിക്കും പറയാം. ശരി.